ഉറപ്പായും ഇ ഡി കൂടി ഈ ശബരിമലയിലേക്ക് എത്തുന്നതോടുകൂടി ഇ ഡിക്ക് വരാനുള്ളൊരു അവസരം ഏതായാലും ഉണ്ടാക്കി കൊടുത്തു ഈ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ഈ സംവിധാനങ്ങൾ എന്ന് നമുക്ക് ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും. ശബരിമലയിലെ സംവിധാനങ്ങളാകെ കുത്തഴിഞ്ഞു കിടക്കുന്നു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ നിമിഷവും പുറത്തു വരുന്ന ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തലുകൾ വരുന്നത്. ഇതൊരു വലിയ കൊള്ളയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു സംശയവുമില്ല. ഒരു വലിയ കൊള്ള എന്ന് വെച്ചാൽ വലിയൊരു മാഫിയ സംഘം തന്നെ ഒരുപക്ഷെ ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാവുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴുണ്ട്. അപ്പോൾ ഇപ്പോൾ ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. SIT രൂപീകരിച്ചിരിക്കുന്നു. SIT ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേസെടുത്ത് മുന്നോട്ട് പോകും. അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഒരുപക്ഷെ SIT കടക്കും. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകും. കൂടുതൽ വിശദാംശങ്ങളൊക്കെ തന്നെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങിയ ഒരു സംഭവമാണ്. അതിപ്പോൾ മുൻ ദേവസ്വം പ്രസിഡന്റുമാരിലേക്ക് എത്തുന്നു. അതിനുശേഷം ദേവസ്വം സമിതി അംഗങ്ങൾക്ക് എതിരെ വരുന്നു, ഉദ്യോഗസ്ഥർക്കെതിരെ വരുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും കൂട്ടുത്തരവാദിത്വമുള്ള ഒരു വലിയ സിസ്റ്റമാറ്റിക് ഫെയിലിയർ ശബരിമലയിൽ നടന്നു എന്നതിൻ്റെ തെളിവ് പുറത്തു വരുന്നു. ശബരിമല എന്ന് പറയുന്ന ഒരു കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമായ ഒരു പ്രദേശത്തെ അത്രയും ലാഘവത്തോടെ കൈകാര്യം ചെയ്തതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ ദിവസവും ഓരോ നിമിഷവും പുറത്തു വരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ സർക്കാർ ശബരിമലയിലെ പണം കൊള്ളയടിക്കുന്നു എന്നൊക്കെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ നമ്മൾ ഒരുപാട് കാലമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. സർക്കാർ അങ്ങനെ ശബരിമലയിൽ പോയി കൊള്ളയടിക്കുന്നു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊക്കെ ഒരു രാഷ്ട്രീയ ആരോപണമായി തന്നെ അവിടെ നിൽക്കും. പക്ഷേ ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള സിസ്റ്റമാറ്റിക് ഫെയിലിയർ അത് തീർച്ചയായും അതിൻ്റെ മുകളിലിരിക്കുന്ന ആളുകൾക്ക് പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട്. അവരുടെ പിഴവ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദേവസ്വം ബോർഡിന് ശബരിമലയിൽ ഇപ്പോൾ ഈ ദ്വാരപാലക വിഗ്രഹവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ പടിക്കെട്ടുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ഇത് സ്വർണം പൂശാൻ കൊടുത്തതിനെ കുറിച്ച് അവർക്ക് അറിയുകയേ ഇല്ല എന്നാണ് പറയുന്നത്. ശബരിമലയിലെ അവിടുത്തെ ഒരു നിയമം അനുസരിച്ച് അവിടെ നിന്ന് ഒരു സാധനവും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്ന് നിയമമുണ്ട്. അത് ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ ഒരു സാധനവും ശബരിമലയുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ക്ഷേത്ര സ്വത്തുക്കളൊന്നും പുറത്തു കൊണ്ടുപോകാൻ പാടില്ല. ഇതൊക്കെ അവിടെ വെച്ച് ചെയ്യാവുന്ന സാഹചര്യമേ ഉള്ളൂ. അപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരാൾ അവതരിപ്പിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഈ സംഭവം പൂർണ്ണമായി വിശ്വസിച്ച് കൊടുത്തുവിടുന്നു. അങ്ങനെ കൊടുത്തുവിടുമ്പോൾ അത് സ്വർണ്ണമല്ലാതെ ചെമ്പാണ് എന്ന് മഹസറിൽ എഴുതി ചേർക്കുന്നു. ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യമാണെന്നുള്ളതാണ്. തമിഴ്നാട്ടിലെ ഈ ചിദംബരം ക്ഷേത്രത്തിൻ്റെയൊക്കെ ഒരു കേസ് 2014 സുപ്രീം കോടതിയിൽ വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അന്ന് സുപ്രീം കോടതി ചെയ്തത് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിശ്വാസികളുടെ പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് ആ ക്ഷേത്രത്തിൻ്റെ ഭരണ സംവിധാനങ്ങളാകെ വിട്ടുകൊടുക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. അപ്പോൾ ഇത് തീർച്ചയായും ഒരു ദേവസ്വം ബോർഡ് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം, സർക്കാരിൻ്റെ കീഴിൽ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സംവിധാനത്തിൽ ആകെ പാകപ്പിഴ എന്നുള്ള തരത്തിലേക്ക് ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരികയും ഇതാകെ ചീഞ്ഞു നാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. ഇത് തീർച്ചയായും വലിയ പിടിപ്പുകേടിൻ്റെ കൂടി ഭാഗമാണ്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ ഇനി മറിയും എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ കണ്ടറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം SIT റിപ്പോർട്ട് എവിടെയൊക്കെ പോകും, SIT റിപ്പോർട്ട് ആരിലേക്കൊക്കെ തന്നെ പോകും എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണണം. അതിനുശേഷം ഹൈക്കോടതി ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഏതായാലും ഈ ഹൈക്കോടതിയാണ് ഇത് കണ്ടെത്തിയത് എന്നുള്ളത് കൂടി ഈ സംവിധാനത്തിൻ്റെ നിയന്ത്രണമുള്ള ആളുകളുടെ വീഴ്ചയായി നമ്മൾ വിലയിരുത്തണം. കാരണം എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് അറിഞ്ഞില്ല? ദേവസ്വം ബോർഡിൻ്റെ കഴിഞ്ഞ ഭരണസമിതികളിൽ ഇരുന്നിട്ടുള്ള ആരും ഇതറിഞ്ഞില്ല. ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടേയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും സ്വർണം ഒരാൾ വന്ന് ശബരിമലയിൽ വന്ന് ഇത് സ്വർണം പൂശാം എന്നൊക്കെ പറഞ്ഞ് ദ്വാരപാലക വിഗ്രഹത്തിൻ്റെ ഇതും പടിക്കെട്ടും അതുപോലെ വാതിലുമൊക്കെ കൊണ്ടുപോകുന്നു, വഴിനീള നടന്ന് പൂജ നടത്തുന്നു, ജയറാമിനെ പോലുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്ന് ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെ പ്രചരിപ്പിച്ച് പ്രചാരണ വിഷയമാക്കി ഈ വലിയ ആഘോഷമാക്കി ഒക്കെ കൊണ്ടു നടന്നൊരു വലിയ തട്ടിപ്പ് ദേവസ്വം ബോർഡ് അറിഞ്ഞില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല നമുക്കറിയാം ഈ ശബരിമലയിൽ ഒരുപാട് ആളുകളുണ്ട്. ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, അതല്ലാതെ പ്രവർത്തിക്കുന്ന ആളുകൾ വലിയ സമ്പന്നന്മാരാണ്. ശബരിമലയിൽ വരുന്ന പല ഭക്തന്മാരും ഇവരെയൊക്കെ തന്നെ പ്രത്യേകം കാറ്റർ ചെയ്ത് കോടീശ്വരന്മാരായ ഒരുപാട് മനുഷ്യരുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. ഈ നമ്മുടെ തിരുപ്പതി ക്ഷേത്രത്തിൽ സമീപകാലത്ത് ഒരാൾ അറസ്റ്റിലായിരുന്നു. അവിടുത്തെ ഒരു സാധാരണ ജീവനക്കാരനാണ്. 100 കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പിന്നീട് കണ്ടെത്തിയത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലെ ഈ അമ്പലം വിഴുങ്ങികളായിട്ടുള്ള ഒരുപാട് മനുഷ്യർ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തീർച്ചയായും ദേവസ്വം ബോർഡിൻ്റെയും ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളുടെയും പരാജയം തന്നെയാണ്. ഇനി ഇ ഡി വരുന്നു എന്നുള്ളത് തീർച്ചയായും കേന്ദ്ര സർക്കാരിന് ശബരിമലയിലേക്ക് നേരിട്ട് കൈകടത്താനുള്ള ഒരു അവസരമായി കൂടി ഇത് സംഭവങ്ങൾ മാറുകയാണ്. കാരണം ഇനി ഇ ഡി വന്ന് അവിടുത്തെ സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്നു, വലിയ കേസായി മാറുന്നു. അപ്പോൾ അത് ഏതൊക്കെ തലങ്ങളിലേക്ക് പോകും എന്നുള്ളത് കൂടി നമ്മൾ കാത്തിരുന്ന് കാണണം. ഏതായാലും ശബരിമലയിൽ നടന്നിരിക്കുന്നത് വലിയ കൊള്ളയാണ്, ഒരു മാസ് കൊള്ളയാണ്. അതിന് പിന്നിൽ ഒരു വലിയ മാഫിയ സംഘം തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഒതുങ്ങുന്നതല്ല. അതിൽ പല ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട്. മുൻപ് റിട്ടയർ ചെയ്തു പോയ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടാകാം, പല അംഗങ്ങൾക്ക് പങ്കുണ്ടാകാം. അതിനപ്പുറത്ത് ഏതെങ്കിലും ഏജൻസികൾക്ക് ഈ വിഷയത്തിൽ പങ്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു വലിയ മാഫിയ സംഘത്തിൻ്റെ വലിയ കൊള്ള ശബരിമലയിൽ നടന്നിരിക്കുന്നു. അപ്പോൾ അത് ഈ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട വിഷയമാണ്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ശക്തമായ നടപടി എടുത്തില്ല എങ്കിൽ സർക്കാരിന് അത് വലിയ തിരിച്ചടിയാകും. ഇത് സർക്കാരിന് വലിയ മുന്നറിയിപ്പാണ്. ഏതായാലും പ്രതിപക്ഷം വലിയ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. നിയമസഭയിലൊക്കെ തന്നെ വലിയ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. നിയമസഭാ നടപടികളൊക്കെ തന്നെ പ്രക്ഷുബ്ധമാവുന്നത് നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷം വളരെ ശക്തമായി പോകുന്നു. തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ശബരിമല വീണ്ടും വിഷയമാകുന്നൊരു സാഹചര്യം. മുൻപ് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ഇപ്പോൾ ക്ഷേത്രത്തിലെ സ്വത്ത് കൊള്ളയടിച്ചു എന്നുള്ള തരത്തിലുള്ള ആരോപണമാണ് സർക്കാർ നേരിടാൻ പോകുന്നത്. ഇതിനി ശബരിമലയിൽ മാത്രമാണോ? മറ്റ് പല ക്ഷേത്രങ്ങളുടെയും ബോർഡുകളെ അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങളുടെ ഭരണസമിതിയെ ഒക്കെ തന്നെ ബാധിക്കാൻ പോകുന്ന വിഷയമായി മാറുകയാണ്. അപ്പോൾ ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു. ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ വലിയ വീഴ്ച പറ്റി, വലിയ പാളിച്ച പറ്റി. അത് വളരെ ലാഘവത്തോടെ കണ്ടു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വിവരങ്ങളൊക്കെ തന്നെ തെളിയിക്കുന്നത്. ഓക്കെ, Meet the editors.